നമസ്കാരം. നീക്കിത്തള്ളുന്ന അച്ചിക്ക് നിരങ്ങിയെടുക്കുന്ന നായർ എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ നീക്കിത്തള്ളുന്ന പിണറായി വിജയൻ്റെ തിണ്ണയിലേക്ക് നിരങ്ങിയെടുക്കുന്ന ഒരു പാർട്ടിയാണ് CPI. ഇടതുപക്ഷത്തെ രണ്ടാമത്തെ വലിയ പാർട്ടിയാണ് ഈ CPIക്കാർ. പക്ഷേ അഭൻ നമ്പൂതിരി പറയുന്നതിനപ്പുറം ഒന്നുമില്ല എന്ന മട്ടിലാണ് ഇല്ലത്തെ കാര്യങ്ങൾ. മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാത്ത ഒരു വിഷയത്തിൽ ഒറ്റ രാത്രി കൊണ്ട് CPM തീരുമാനമെടുത്തു. ഇന്ന് രാവിലെ മനോരമ പത്രം വായിച്ചപ്പോഴാണ് ബിനോയ് വിശ്വം അറിഞ്ഞത് കേന്ദ്രത്തിൻ്റെ PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചെന്ന്. 1000 കോടി കിട്ടുമെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ കേന്ദ്രമെഴുതുന്ന വിലയാധാരത്തിൽ വരെ ഒപ്പിട്ട് കൊടുക്കും. ഇനി 6 മാസക്കാലം ഈ കാശ് കൊണ്ട് വേണം ലോകസഞ്ചാരത്തിനും ലൊട്ടിലൊടുക്ക് ചെലവുകൾക്കും സർക്കാരിൻ്റെ നിത്യവൃത്തിക്കും PR വർക്കിനുമൊക്കെ. പാർട്ടി നയവും ചീനവാഴയ്ക്കയും ഒക്കെ അങ്ങനെ കിടക്കുമെന്നാണ് പിണറായി പറയുന്നത്. CPMനെ പിണറായി വിജയൻ CPM ആക്കി മാറ്റി. മുന്നണി മര്യാദയുടെ ലംഘനമാണിത്, CPIയെ മുറിവേൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഞ്ഞടിക്കാൻ പരുവത്തിന് ബിനോയ് വിശ്വം സെക്രട്ടേറിയറ്റ് യോഗത്തിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു. CPI ആഞ്ഞടിക്കുന്നു, ഇടതുമുന്നണിയിൽ പൊട്ടിത്തെറി നടക്കുന്നു, CPM മന്ത്രിമാരെ പിൻവലിക്കും എന്നൊക്കെ ചാനലുകൾ വാർത്തകൾ തട്ടിവിട്ടു. 12:30 തീരുമാനം പറയുമെന്ന് പറഞ്ഞ ബിനോയ് വിശ്വം ഉച്ചയ്ക്ക് സാമ്പാറും തൈരും കൂട്ടി ഊണ് കഴിക്കാനാണ് പിന്നെ പുറത്തേക്ക് വന്നത്. CPIക്ക് വല്ലപ്പോഴും മുറുമുറുക്കാനെങ്കിലും കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ജോസ്മോനൊക്കെ ആണെങ്കിൽ എന്തൊരു അടക്കവും ഒതുക്കവുമാണ് അവിടെ. പിണറായി വിജയൻ ഒമാനിൽ പോയതുകൊണ്ടാണ് പൊട്ടിത്തെറിയും വിരട്ടലുമൊക്കെ നടന്നത്. ഞങ്ങൾ കാശ് മേടിച്ചാലും PMC പദ്ധതി അതുപോലെ നടപ്പിലാക്കില്ലെന്നാണ് CPM പറയുന്നത്. ആയുഷ്മാൻ ആരോഗ്യമന്ത്രിൻ്റെ കാര്യത്തിൽ വീണ ജോർജും ഇതുതന്നെയാണ് പറഞ്ഞത്. സർക്കാർ ആശുപത്രികളെ ഒന്നും ഞങ്ങൾ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രാക്കില്ല, അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിവെച്ചേരെ, പോയി പണി നോക്ക എന്നൊക്കെയായിരുന്നു വീണ ജോർജിൻ്റെ പ്രസംഗം അന്ന്. പിറ്റേന്ന് മുതൽ കണ്ടത് വീണ ജോർജ് മഞ്ഞ പെയിൻറ് നിറച്ച പാത്രവുമായി പോയി ആശുപത്രികളുടെ പേര് മാറ്റുന്ന ദൃശ്യമാണ്. കേന്ദ്രം കാശ് തരാമെന്ന് പറയുകയോ പണം തടഞ്ഞു വയ്ക്കുകയോ ചെയ്താൽ പിണറായി വിജയൻ മറ്റൊന്നും നോക്കാറേയില്ല. കമ്മ്യൂണിസ്റ്റ് നയവും പറഞ്ഞിരുന്നാൽ അടുപ്പ് പുകയില്ലെന്ന് പിണറായിക്കറിയാം. ഉച്ചവരെ ആഞ്ഞടിച്ചു കൊണ്ടിരുന്ന CPI ഉച്ച കഴിഞ്ഞതോടെ പല്ലിട കുത്തി വിശ്രമിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. ഗോവിന്ദനറിയാം ഇവരുടെ ആഞ്ഞടിയൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന്. അതുകൊണ്ടല്ലേ എന്തു CPI എന്തോന്ന് CPI എന്ന് അദ്ദേഹം ചോദിച്ചത്. ഗോവിന്ദൻ അങ്ങനെ പറയുമെന്ന് കരുതുന്നില്ല എന്നാണ് ബിനോയ് പറഞ്ഞത്. വെളിയത്തിനും ചന്ദ്രപ്പനും കാനത്തിനുമില്ലാത്ത നട്ടലിൻ്റെ കട്ടി ബിനോയ് വിശ്വത്തിന് ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? CPIക്ക് 4 മന്ത്രിമാരുണ്ട്, അവരുടെ കാര്യമാണ് കഷ്ടം. പ്രസാദ് ആണെങ്കിൽ ഭാരതമാതാവിനെ കണ്ട് രാജ്ഭവനിൽ നിന്നും ഭയന്ന് ഇറങ്ങിപ്പോന്നു. എന്തൊരു ബഹളമായിരുന്നു അന്ന്. ഭാരതമാതാവിനെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഭാരത് മാതാ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചു കൊടുത്തയാളാണ് ഈ ബിനോയ് വിശ്വം. ശിവൻകുട്ടി അതിലും വലിയ പുകലുണ്ടാക്കി ഗവർണറെ ബഹിഷ്കരിച്ചു. പുറമേ കാണിക്കുന്ന മോദി വിരോധമൊന്നും പിണറായിക്ക് ഇല്ല എന്ന് ഈ ബിനോയ് വിശ്വത്തിന് പോലും ഇപ്പോഴും അറിയില്ല. നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് പുള്ളി മരുമോനെയും കൂട്ടി പോയത് എന്തിനായിരുന്നു? PM ശ്രീയുടെ കാര്യം പറയാനായിരുന്നു, കാശ് എപ്പോഴത്തേക്ക് കിട്ടുമെന്ന് അറിയാനായിരുന്നു. CPI ആണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല. തൃശ്ശൂർ ഇവർക്ക് പോയത് എങ്ങനെയാണെന്ന് പോലും അവർക്കറിയില്ല. പൂരം കലക്കി അജിത് കുമാറിനെതിരെ എന്തെല്ലാം ആവശ്യങ്ങൾ ഈ CPIക്കാർ ഉന്നയിച്ചു. എന്തെങ്കിലും ഒന്ന് പിണറായി വിജയൻ സാധിച്ചു കൊടുത്തോ? പിണറായി വിജയൻ ഇന്നുവരെ അച്യുതമേനോൻ എന്ന പേര് പോലും ഉച്ചരിച്ചിട്ടില്ല. എന്തിനേറെ ബേബി പോലും ആ പേര് പറയാറില്ല. ഇന്ന് ഉച്ചവരെ ബിനോയ് വിശ്വം തനിക്ക് നട്ടലുണ്ടെന്ന ഒരു ഫീൽ ഉണ്ടാക്കി. പക്ഷേ പറഞ്ഞ സമയത്തിന് അരമണിക്കൂർ മുമ്പേ അവർ ബോധ്യപ്പെടുത്തി ഞങ്ങൾക്ക് നട്ടലില്ല എന്ന്. ഉടൻ മന്ത്രിമാരെ പിൻവലിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ CPI 4 മണിക്കുള്ള ഏത്തക്കാപ്പവും പാലും വെള്ളവും അകത്ത് ചെന്നതോടെ ആഞ്ഞടിയുടെ കട്ടി കുറച്ചു. തൽക്കാലം മന്ത്രിമാരെ പിൻവലിക്കില്ല. CPI അങ്ങനെ മന്ത്രിമാരെ പിൻവലിച്ചാൽ ഒമാനിൽ നിന്നും വരുന്ന പിണറായി വിജയൻ മരുമകൻ ആ വകുപ്പുകൾ കൂടി എടുത്തു കൊടുക്കും. ഉള്ള കഞ്ഞിയിൽ പാറ്റയിടാൻ CPI തയ്യാറല്ല. ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചട്ടിയോളമെന്ന് പിണറായിക്കറിയാം. തൻ്റെ നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാലുടൻ ബിനോയ് വിശ്വം മുതുകത്ത് തപ്പി നോക്കുന്നൊരു പരിപാടിയുണ്ട്. CPIക്ക് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പതിവ് ക്രിമികടി മാത്രമായിരുന്നു ഇതും. വാസുകി പോയി ഒപ്പിട്ട ശേഷം CPIയെ ചർച്ചയ്ക്ക് വിളിച്ചാൽ മതിയെന്ന് പിണറായി നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. എന്തായാലും പൊട്ടിത്തെറിക്കിടയിലും വളരെ ശാന്തനായ ബിനോയ് വിശ്വത്തെയാണ് നമ്മൾ കണ്ടത്. മുൻപിതുപോലെ LDF യോഗത്തിൽ ആഞ്ഞടിക്കാൻ കയറിപ്പോയ ശേഷം ഇളം കാറ്റായി ഇറങ്ങി വരുന്ന ഈ സെക്രട്ടറിയെ നമ്മൾ കണ്ടിട്ടുണ്ട്.
കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും പറഞ്ഞു നടക്കുന്ന CPI ബേബിയെ കണ്ടുപഠിക്കണം. തന്നെ കേൾക്കാൻ സംസ്ഥാനത്തെ പാർട്ടിയിൽ ആരുമില്ലെന്നറിഞ്ഞിട്ടും പാവത്തിന് എന്തെങ്കിലും പരിഭവം ഉണ്ടോ? കേരളത്തിൽ വന്നാൽ ബേബിക്ക് കാശിന് 16 വില എന്ന് കരുതി കേരളത്തിൽ വരാതിരിക്കാനാകുമോ ബേബിക്ക്? ഈ ബേബിയെ കണ്ടുകൊണ്ടാണ് ഈ വിഷയത്തിൽ CPI ഇത്രയും കിടന്ന് നിഗളിച്ചത്. ഇങ്ങനെ ഒരു പാർട്ടി ഇവിടെ ഉണ്ടെന്നും കമ്മ്യൂണിസ്റ്റ് മൂല്യം ഞങ്ങളുടെ വാലിൻ്റെ അറ്റത്ത് ഇത്തിരി ഉണ്ടെന്നും നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം. അതുമാത്രമേ ഈ CPI ആഗ്രഹിക്കുന്നുള്ളൂ. ഇനി ഞങ്ങളുടെ പ്രതിഷേധം മന്ത്രിസഭാ യോഗത്തിൽ അറിയിക്കുമത്രേ. ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ ഭാവിയെ കരുതിയാണ് ഞങ്ങൾ കടുത്ത തീരുമാനങ്ങൾ എടുക്കാത്തതെന്നും പറയുന്നു. 2 പിള്ളേരായിപ്പോയി, അവരുടെ ഭാവിയെ കരുതിയാണ് ഞങ്ങൾ ബന്ധമൊഴിയാത്തതെന്ന് ചില ദമ്പതികൾ പറയുന്നത് പോലെ. പിണറായി വിജയൻ ഉള്ളതുകൊണ്ട് മാത്രം തുടർച്ചയായി 10 വർഷം CPIക്ക് മന്ത്രിമാരെ കിട്ടി. സ്വന്തമായി കെട്ടിടമായി, ഫണ്ടായി, എല്ലാവർക്കും കാശായി. അച്യുതമേനോന് ഒന്നാം തരമൊരു പ്രതിമയായി. പാർട്ടിയുടെ പട്ടിണി മാറി. നനച്ച് അയയിലിട്ടത് ഉണങ്ങിയാൽ മാത്രം ഉടുത്തുമാറുന്ന ഒരു കാലമുണ്ടായിരുന്നു ഈ CPIക്ക്. ഇപ്പോൾ വലിയ നിലയിലാണ് പാർട്ടി. CPIയുടെ ജനപ്രീതി കൊണ്ടാണോ ഇതൊക്കെ സംഭവിച്ചത്? പിണറായി വിജയൻ കമ്മ്യൂണിസത്തെ മോദിക്ക് ദാനം ചെയ്തത് നിങ്ങളുടെ വീതം കൂടി കണ്ടിട്ടാണ്. നിലത്ത് കിടക്കുകയും വേണം, തൊഴിയും വാങ്ങണമെന്ന മട്ടിൽ ഇടതുപക്ഷത്ത് കിടക്കുന്ന ഒരു പാർട്ടിയായി മാറി CPI. നാളെ മുതൽ ബിനോയ് കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ മുഴുപ്പും പറഞ്ഞ് പിന്നെയും ഒരു വരവുണ്ട്. ഒന്ന് പൊട്ടിക്കരഞ്ഞുകൂടെ മനുഷ്യ നിങ്ങൾക്ക്? പിണറായി വിജയൻ വരുന്നതിന് മുമ്പ് കരച്ചിലും പിഴിച്ചിലും പ്രതിഷേധവും നിർത്തി PMC പദ്ധതിയുടെ ഗുണഗണങ്ങളെപ്പറ്റി പറഞ്ഞു തുടങ്ങണം. 4 മന്ത്രിമാരും ഒറ്റക്കെട്ടാണ് പാർട്ടി തീരുമാനം അനുസരിക്കാൻ എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറിപ്പോയ മന്ത്രി അനിലിൻ്റെ മുഖഭാവമൊന്ന് കാണണമായിരുന്നു. രാജിവെക്കില്ല എന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടാണെന്നായിരുന്നു അനിൽ പറഞ്ഞത്. ബേബിക്ക് CPM കൊടുക്കുന്ന വിലയെ കേരളത്തിലെ CPI ബിനോയ് വിശ്വത്തിന് കൊടുക്കുന്നുള്ളൂ. നല്ല ഫസ്റ്റ് 2 സെക്രട്ടറിമാരെയാണ് CPMനും CPIക്കും കിട്ടിയിരിക്കുന്നത്. ഒന്ന് ദേശീയ വാഴ, മറ്റൊന്ന് കേരള മരവാഴ.